ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തിനെ പുറത്തിറക്കാൻ വേണ്ടി പാർവതി ചന്ദ്രയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അങ്ങനെ ചന്ദ്ര കിട്ടിയ അവസരത്തിൽ പാർവതിയോട് പറയാണ്, 50,000 രൂപയെങ്കിലും ചെലവുണ്ട് അമ്മേ. എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അതെടുത്തേനെ. എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് അമ്മേ എന്ന് പറഞ്ഞപ്പോൾ പാർവതി, അയ്യോ മോളെ, എൻ്റെ കയ്യിൽ 50,000 രൂപയൊന്നുമില്ല, കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അയ്യോ അമ്മേ, ഇത് ഏറ്റവും കുറവുള്ള ഫീസാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ സീനിയേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ശരത്തിനെ പുറത്തിറക്കാൻ വേണ്ടിയല്ലേ ഞാൻ എങ്ങനെയെങ്കിലും 50,000 രൂപ ഉണ്ടാക്കിക്കോളാം. പക്ഷേ മോളെ, എനിക്കൊരു ഉറപ്പ് തരണം, ശരത്തിനെ പുറത്തിറക്കും എന്നുള്ളത്. അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ശരത്തിനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശരത്തിനെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ 50,000 രൂപ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ചന്ദ്ര നിൽക്കുന്നത്. എന്നിട്ട് പാർവതി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണ, അമ്മേ, 50,000 രൂപയെങ്കിലും ശരത്തിനെ പുറത്തിറക്കാൻ വേണമെന്നാണ് ചന്ദ്ര പറഞ്ഞത്. അയ്യോ മോളെ, എൻ്റെ കയ്യിൽ പോലും 1 രൂപ പോലും ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതിനൊക്കെ കാരണം ആ ദേവികയാണ്. ദേവിക ഇതിനൊക്കെ ഒരുങ്ങുമെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ അത് നമ്മളുടെ അടുത്ത് പറ്റിയ ഒരു തെറ്റ് തന്നെയാണ്. നമ്മൾ കാരണമാണ് ശരത്ത് അകത്ത് പോയത്. അതുകൊണ്ട് ശരത്തിനെ എന്ത് വില കൊടുത്തും നമുക്ക് പുറത്തിറക്കണം. ശരത്തിനെ പുറത്തിറക്കാൻ വേണ്ടി പ്രഭാവതിയോട് കാശ് ചോദിക്കാനും പറ്റില്ല. അത് നാണക്കേടല്ലേ? നമ്മുടെ വീട്ടിൽ നിന്നല്ലേ ശരത്തിനെ പിടിച്ചോണ്ട് പോയത്? നമ്മൾ കാരണമല്ലേ, നമ്മുടെ വീട്ടിലുള്ളവർ കാരണമല്ലേ ശരത്തിനെ കൊണ്ടുപോയത്? അതുകൊണ്ട് പ്രഭാവതിയോട് ചോദിക്കുന്നത് മോശമാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ് പാർവതി, നീ ദേവികയോട് ചോദിക്കണം. അവള് കാരണമല്ലേ ശരത്ത് അകത്തായത്. അപ്പോൾ അവള് കാരണം തന്നെ ശരത്തിനെ പുറത്തിറക്കണം. ഇപ്പോൾ തൽക്കാലം ദേവികയോട് നീ ഇതൊന്നും പറയണ്ട, നിനക്ക് കുറച്ച് പണം വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവളുടെ കയ്യിലാവുമ്പോൾ ഇപ്പോൾ റൊക്കം പൈസ എടുക്കാനുണ്ടാവും. അവളോട് ശരത്തിനെ പുറത്തിറക്കാനാണെന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും തരില്ല. അപ്പോൾ കടമായിട്ട് ചോദിച്ചാൽ മതി. അമ്മേ, അവളത് തരുമോ എന്ന് നീ ചോദിച്ചു നോക്ക്, എന്നിട്ടറിയാം. അങ്ങനെ രണ്ടുപേരും കൂടി ദേവികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പാർവതി നല്ല നയത്തിൽ, ദേവികയെ, എനിക്ക് കുറച്ച് പണം വേണം. പണമോ? അതെ ദേവികയെ, എനിക്ക് കടമായിട്ട് തന്നാൽ മതി. അമ്മയ്ക്ക് പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ അത് എന്തിനാണെന്നുള്ളത് അമ്മ എന്നോട് പറയണം. എന്തിനാണെന്ന് പറഞ്ഞാലാണോ നീ തരത്തുള്ളൂ? അല്ല, അത് ശരത്തിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് ഞാൻ 1 രൂപ പോലും അമ്മയ്ക്ക് തരില്ല. അപ്പോഴത്തേക്കും പാർവതിയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ്. നീ കാരണമാണ് ശരത്ത് അകത്തായത്. അതുകൊണ്ട് അവനെ പുറത്തിറക്കണം. എന്ത് വില കൊടുത്തും ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും. അമ്മ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മയുടെ ഭർത്താവ്, അച്ഛൻ ഈ നിലയിൽ കിടക്കാൻ കാരണക്കാരൻ തന്നെ അവനാണ്. അമ്മ കരുതുന്നത് പോലെയല്ല അവനൊരു വലിയ ക്രിമിനലാണ്. അമ്മയ്ക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവനെ ഇങ്ങനെ പുറത്തിറക്കാനൊന്നും ഒരിക്കലും ശ്രമിക്കില്ല. നീ പറയുന്ന കള്ളമൊന്നും ഞാൻ എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല. ശരത്തിനെ ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും, അതിന് നിന്റെ സഹായമില്ലെങ്കിലും. അപ്പോൾ ദേവിക പറയണ, ശരത്തിനെ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ എത്ര കാശ് വേണമെങ്കിലും മുടക്കാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷേ അവനെ രക്ഷിക്കാൻ 1 രൂപ പോലും ഞാൻ ചെലവാക്കില്ല. അതിന് ഞാൻ അമ്മയ്ക്ക് 1 രൂപ പോലും തരുത്തുമില്ല. അപ്പോഴത്തേക്കും നിത്യ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ദേവിക പറയണ, ഞാൻ ഈ വീട് പോലും ചിലപ്പോൾ വിറ്റെന്ന് വരും, അതും ശരത്തിനെ ശിക്ഷിക്കാൻ വേണ്ടി. പക്ഷേ അവനെ രക്ഷിക്കാൻ 1 രൂപ പോലും ഞാൻ ചെലവാക്കില്ല എന്ന് പറയണ. അപ്പോൾ നിത്യ പറയണ, ശരത്തിനെ പുറത്തിറക്കാൻ അവൻ്റെ അമ്മ തന്നെ ശ്രമിക്കട്ടെ. അത് കേട്ടപ്പോൾ പാർവതി, എടി നന്ദി വേണമെടി, നിന്നെ ഈ വീട്ടിൽ താമസിച്ച് നിന്നെ കെട്ടാൻ നോക്കിയത് കൊണ്ടല്ലേ അവനിപ്പോൾ അകത്ത് പോയത്. അപ്പോൾ ദേവിക, അതുകൊണ്ടല്ല അമ്മേ, അവൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവൻ അകത്ത് പോയത്. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറയണേ, ഇല്ല, ശരത്ത് തെറ്റ് ചെയ്ത് എന്ന് നിങ്ങൾ ആര് പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കില്ല. പാർവതി പറഞ്ഞതാണ് ശരി. ശരത്ത് ഈ വീട്ടിൽ താമസിച്ചത് കൊണ്ടല്ലേ, ഇവളെ കല്യാണം കഴിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ അവൻ അകത്തായത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞങ്ങൾ ശരത്തിനെ പുറത്തിറക്കിയിരിക്കും. ശരത്തിനെ പുറത്തിറക്കേണ്ടത് പ്രഭാവതിയല്ല, ഞങ്ങൾ തന്നെയാണ്. അതിനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അതിനുള്ള വഴി എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു. പക്ഷേ ശരത്തിനെ പുറത്തിറക്കാൻ എന്നെയും എൻ്റെ പണത്തെയും നിങ്ങൾ ഇനി ചോദിച്ചു വരേണ്ട. അങ്ങനെയല്ലേ നിത്യമോളെ എന്ന് ചോദിച്ചപ്പോൾ നിത്യ പറയാണ്, 100% ഏട്ടത്തി പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അകത്ത് പോവാണ്. അപ്പോൾ മുത്തശ്ശി പാർവതിയോട് എന്തെങ്കിലും ഒരു വഴി ചിന്തിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും ആലോചനയിലാണ്. എന്നിട്ട് പാർവതി മുത്തശ്ശിയോട് പറയണേ, നമുക്ക് പ്രഭാവതിയെ തന്നെ വിളിക്കാം, അതാണ് നല്ലത്. പ്രഭാവതിയോട് കുറച്ച് പണം കടമായിട്ട് ചോദിക്കാം, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ മുത്തശ്ശി പറയും, നീ തന്നെയല്ലേ പറഞ്ഞത് പ്രഭാവതിയെ വിളിച്ച് അറിയിക്കുന്നത് മോശമാണെന്ന്. അതൊന്നും നോക്കണ്ട അമ്മേ, അമ്മയ്ക്ക് ഞാൻ വിളിച്ചു തരാം, അമ്മ ഒന്ന് സംസാരിച്ചാൽ മതി. ശരത്തിനും നിത്യയ്ക്കും വേണ്ടി അമ്മ സംസാരിച്ചാൽ മതി. അപ്പം മുത്തശ്ശിക്ക് ഒരു മടി പോലെ തോന്നുകയാണ്.
എന്തിനാണ് അമ്മ അങ്ങനെ കാണിക്കരുത്, അമ്മ തന്നെ ഒന്ന് വിളിക്കണം, എന്നിട്ട് പ്രഭാവതിയോട് കുറച്ച് പണം കടമായിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞ് പാർവതി പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ പ്രഭാവതി പാർവതിയുടെ കോള് കാണുമ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ എന്താ അവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്, ഈ സാഹചര്യത്തിൽ എന്തിനാണ് നമ്മളോട് നീരസം കാണിക്കുന്നത് എന്നൊക്കെ പാർവതി പറയണേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ മുത്തശ്ശി പറയണേ, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ശരത്തിനെ പുറത്തിറക്കണം. അപ്പോൾ നിൻ്റെ കയ്യിൽ കിടക്കുന്ന ആ വള അങ്ങ് പണയം വെച്ചേക്ക്, അതാണ് ഇനിയിപ്പോൾ ഒരു വഴിയുള്ളൂ. പണം വെക്കുക അമ്മേ. ആ അതെ, ഇത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ. അതുകൊണ്ട് നീ ഇത് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്ക്. എങ്കിലെന്നാൽ ഞാൻ ചന്ദ്രയെ കൂടി വിളിക്കട്ടെ, എന്നിട്ട് അവിടെ നിന്ന് തന്നെ അവൾക്ക് പണം കൊടുക്കാം. എങ്കിൽ നീ ആദ്യം നിത്യയോടൊന്ന് സംസാരിച്ചേക്ക് എന്ന് പറഞ്ഞ് നിത്യയുടെ അടുത്തേക്ക് പാർവതി ചെല്ലുകയാണ്. അപ്പോൾ നിത്യയോട് പറഞ്ഞപ്പോൾ നിത്യ പറയണേ, എന്തിന് ശരത്തിനെ പുറത്ത്? അമ്മ സ്വർണ്ണം പണയം വെക്കണം. ഈ അമ്മയ്ക്ക് ഈ സ്വർണം വാങ്ങിച്ചു തന്നത് ആരാണ്? നിന്റെ അച്ഛൻ. എന്നിട്ട് അച്ഛനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണോ അമ്മ ശരത്തിനെ പുറത്തിറക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? അതിന് അച്ഛൻ ഇപ്പോൾ കിടപ്പിലല്ലേ? കിടപ്പിലാണെങ്കിലും അമ്മ ചെയ്യുന്നത് നന്ദികേട് തന്നെയാണ്. എനിക്കിപ്പോൾ അതൊന്നും നോക്കേണ്ട. എന്നോട് എല്ലാവരും ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന എല്ലാവരും എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. എനിക്ക് ശരത്തിനെ പുറത്തിറക്കിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഈ സ്വർണം പണയം വെക്കും. കാരണം ശരത്ത് ഈ അവസ്ഥയിൽ ആയത് അത് ദൈവിക കാരണമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ പുറത്തിറക്കേണ്ടതുണ്ട്. അപ്പോൾ നിത്യ പറയണേ, ഏട്ടത്തി കാരണമൊന്നുമല്ല, അവനവൻ ചെയ്ത ഓരോ പാപത്തിൻ്റെ ഫലമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അത് തന്നെയാണ്. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ശരത്തിനെ പുറത്തിറക്കിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പാർവതി അവിടെ നിന്ന് പോവാണ്. പിന്നീട് നിരഞ്ജനും അക്ഷരയും വിശാലുമായി സംസാരിക്കുകയാണ്. വിശാല് വീട്ടിൽ വന്ന് താമസിക്കുന്നതിന് അച്ഛൻ നല്ല എതിർപ്പിലാണ്. അച്ഛൻ്റെ ഭീഷണി ശ്രുതിമോളെ അവിടെ നിന്ന് മാറ്റുമെന്നുള്ളതാണ്. അപ്പോൾ വിശാല് പറയണേ, എങ്കിൽ അങ്കിൾ മാറ്റിക്കോട്ടെ, എന്നാലും ഞാൻ അവിടേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അങ്കിൾ എന്തെങ്കിലും ഡിമാൻഡ് വെക്കുമോ? അച്ഛൻ ഇനി എന്ത് ഡിമാൻഡ് വെക്കാനാണ്? ശ്രുതിമോളെ തൽക്കാലം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റും. എനിക്കിപ്പോൾ ആ വീട്ടിൽ രണ്ടുപേരുമായിട്ടാണ് ആകെ രക്തബന്ധമുള്ളൂ. ഒന്ന് ശ്രുതിമോളും ഒന്ന് എൻ്റെ അമ്മയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അക്ഷരയും നിരഞ്ജനും ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. അവസാനമായിട്ട് കുറച്ച് നാളെങ്കിലും അമ്മയോടൊപ്പം വിശാലിന് ജീവിക്കണം എന്നുള്ളത് അത് ഒരു ആഗ്രഹം തന്നെയാണ്. പക്ഷേ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് വിശാലിനൊരു മടക്കമുണ്ടാകുമെന്ന് ഞങ്ങൾ ആരും അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിരഞ്ജൻ പറയണേ, വിശാലിന് ഉറപ്പായും ആരോഗ്യവാനായിട്ട് തന്നെ ജീവിതത്തിലേക്ക് വരും, അത് എനിക്ക് ഉറപ്പുണ്ട്. അത് കേട്ടപ്പോൾ വിശാലിനൊരു സന്തോഷമാവണം. അപ്പോൾ വിശാൽ പറയണേ, ഇങ്ങനെ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നോടൊപ്പം ഇങ്ങനെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ എന്ന് പറഞ്ഞ് വിശാൽ അക്ഷരയുടെ വീട്ടിൽ താമസിക്കാൻ വരാമെന്നുള്ളത് തീരുമാനിക്കുകയാണ്. പിന്നീട് ചന്ദ്രയും വിഷ്ണുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര സിദ്ധുവിനെ പോയി കാണാൻ വേണ്ടി പറയാണ് വിഷ്ണുവിനോട്. അപ്പോൾ വിഷ്ണു പറയാണ്, ഇല്ല, ഞാനിപ്പോൾ എന്തായാലും ഇപ്പം അടുത്തൊന്നും ഞാൻ സിദ്ധുവിനെ കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, അതിനുള്ള സമയം വരട്ടെ, അപ്പം തന്നെ ഞാൻ പോവും. അല്ല, സിദ്ധുവിന് ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുമോ? ഇല്ല, അതൊന്നും അറിയില്ല സിദ്ധുവിന്. അല്ല, നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നല്ലേ വിഷ്ണു ഞാൻ പറഞ്ഞത്. ഇത് മറ്റെന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നീ പറയുന്നത് ഇപ്പോൾ തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. നീ പറയുന്നതൊക്കെ വിശ്വസിച്ചത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അന്ന് നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കിട്ടാനുള്ള കോടികളുടെ കണക്കായിരുന്നു. ഇപ്പോൾ അതുമില്ലാത്ത അവസ്ഥയിലാണ്. എന്തായാലും നീ ആള് മാറുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് ഒരു മാറ്റവുമില്ല വിഷ്ണു, എനിക്കെന്തോ അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും കാലം തെളിയിക്കട്ടെ. ഇപ്പോൾ തൽക്കാലം ഞാൻ സിദ്ധുവിനെ എന്തായാലും നേരിൽ പോയി കാണുന്നില്ല. അതിനുള്ള സമയം വരുമ്പോൾ ഞാൻ പോയി കണ്ടോളാം. പിന്നീട് തങ്കച്ചിയും സ്വാമിയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് തങ്കച്ചി ശരവണനെയും ശരത്തിനെയും ജയിലിൽ പോയി കാണാൻ സ്വാമിയോട് പറയാണ്. എന്നിട്ട് അവർക്കിപ്പോൾ സഹായിക്കാൻ ആരുമില്ലാത്ത സമയമാണ്. അതുകൊണ്ട് നമുക്ക് അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ പിന്നീട് അത് നമുക്ക് തന്നെയാണ് ഗുണമുണ്ടാവുക. അപ്പോൾ സ്വാമി പറയണം, അത് വേണോ? ഇതിപ്പോൾ പോലീസ് പോലും സംശയിക്കുന്ന കാര്യമാണ്. ഇല്ല സ്വാമി, ഒരു പേടിയും വേണ്ട, ഞാൻ പറയുന്നത് പോലെ സ്വാമി എന്ന് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഏറ്റുണ്ട്. ഇപ്പോൾ ശരത്തിനെയും ശരവണനെയും ആരും സഹായിക്കാനുണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ അവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ അത് പിന്നീട് നമുക്ക് തന്നെയാണ് ഗുണമുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ സ്വാമി ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ ശരത്തിനെയും ശരവണനെയും സഹായിക്കാൻ തങ്കച്ചി സ്വാമിയോട് പറയാണ്. ഈ സമയം ചന്ദ്രയും സിദ്ധുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ശരത്തിനെ പുറത്തിറക്കാനുള്ള എല്ലാ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ സിദ്ധു പറയണ, ഒരു കാരണവശാലും ശരത്തിന് ജാമ്യം ലഭിക്കില്ല, അവനെ റിമാൻഡ് ചെയ്ത് 14 ദിവസത്തേക്ക് ശരത്തിന് അകത്തു പോവേണ്ടി വരുമെന്ന് പറയുമ്പോൾ, ഇല്ല, അതിന് എന്ത് തെളിവാണുള്ളത്? തെളിവുകളൊക്കെ അത് താനെ വന്നോളും. അവൻ മർഡർ കേസിലെ പ്രതിയാണ്.
അതിന് ഒരു തെളിവുമില്ലല്ലോ, തെളിവുകളൊക്കെ അത് കോടതിക്ക് മുന്നിൽ അങ്ങ് എത്തിക്കോളും എന്ന് പറഞ്ഞപ്പോൾ പറയണേ ഇല്ല, ശരത്ത് ഒരു കാരണവശാലും അകത്തു പോവില്ല, അതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്നുള്ളതൊക്കെ ഞാൻ തെളിയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് ശരത്തിനെ പുറത്തിറക്കാനുള്ള എല്ലാ ശ്രമത്തിലുമാണ് ചന്ദ്ര. അപ്പോൾ ശരത്ത് പുറത്തിറങ്ങാതിരിക്കാനുള്ള എല്ലാ വഴികളും നോക്കിയാണ് സിദ്ധുവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ ആര് ജയിക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രയും സിദ്ധുവും കൂടി വെല്ലുവിളിക്കുന്നത്. പിന്നീട് കോടതിയിലേക്ക് ചന്ദ്ര ചെല്ലാണ്. അപ്പോൾ ശരത്തിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള 50,000 രൂപയുമായി പാർവതി ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പാർവതി 50,000 രൂപ ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ്. അത് കണ്ടും കൊണ്ടാണ് ഇനി സിദ്ധു വരുന്നത്. അപ്പോൾ ശരത്തിനെ പുറത്തിറക്കാൻ ഒരിക്കലും കഴിയില്ല എന്നൊക്കെ സിദ്ധു തട്ടിച്ചുകൊണ്ട് ചന്ദ്രയോടും പറയുമ്പോൾ തിരിച്ച് ചന്ദ്രയും പറയുന്നുണ്ട്, ഇല്ല, ഇന്ന് തന്നെ ശരത്തിനെ ഞങ്ങൾ ജാമ്യത്തിൽ പുറത്തിറക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ശരത്തിന് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചന്ദ്ര ചെയ്യുകയാണ്. ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സിദ്ധുവും ചെയ്യാണ്. അങ്ങനെ ശരത്തുമായിട്ട് പോലീസുകാർ കോടതിയിലേക്ക് വരികയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.